മനുഷ്യർക്കു മാത്രമല്ല, വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങൾക്കു പോലും വൈദ്യുതി സംബന്ധമായ യാതൊരു അപകടവും ഉണ്ടാകരുത് എന്ന ലക്ഷ്യവുമായാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് സീറോ ആക്സിഡന്റ് പോളിസി വിഭാവനം ചെയ്ത് നടപ്പാക്കി വരുന്നത്. 2024 സീറോ ആക്സിഡന്റ് ഡിവിഷൻ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഇലക്ട്രിക്കൽ ഡിവിഷനാണ്. ഡിവിഷൻ പരിധിയിലെ ജീവനക്കാർ കരാർ ജീവനക്കാർ എന്നു മാത്രമല്ല, പൊതുജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും ഒരു വർഷ കാലയളവിനുള്ളിൽ ഒരു വൈദ്യുതി അപകടം പോലും ഉണ്ടായില്ല എന്ന വലിയ നേട്ടമാണ് കൊണ്ടോട്ടി ഡിവിഷന് കൈവരിക്കാനായത്. തികവാർന്ന ബോധവൽക്കരണവും ഇടമുറിയാത്ത ജാഗ്രതയോടെയുള്ള നിരന്തരമായ പ്രയത്നവുമാണ് ഈ മുന്നേറ്റത്തിന് പിന്നിലുള്ളത്. കൊണ്ടോട്ടി ഡിവിഷന് സീറോ ആക്സിഡന്റ് 2024 എന്ന ബഹുമതി ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലുപരി അഭിമാനവുമുണ്ട്. എല്ലാ ജീവനക്കാരും KCBയുടെ പോളിസി ആയിട്ടുള്ള സീറോ ആക്സിഡന്റ് എന്ന ആശയം ഉൾക്കൊള്ളുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തു. സേഫ്റ്റി അവരുടെ പ്രവൃത്തിയുടെ ഒരു ഭാഗമായിട്ട് അനുവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആക്സിഡൻ്റ് ഒന്നും നടക്കാതെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ മാസവും ഡിവിഷൻ തലത്തിൽ നടക്കുന്ന സേഫ്റ്റി റിവ്യൂ മീറ്റിങ്ങിനൊപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റ്, സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ് മുതലായ ക്ലാസുകൾ ഏർപ്പെടുത്താറുണ്ട്. ജീവനക്കാർക്ക് മാത്രമല്ല, കോൺട്രാക്ടർമാർക്കും അവരുടെ തൊഴിലാളികൾക്കും പരിശീലനം നൽകിയിട്ടുണ്ട്. ആകെ 1.8 ലക്ഷം ഉപഭോക്താക്കളാണ് കൊണ്ടോട്ടി ഡിവിഷൻ പരിധിയിലുള്ളത്. അരീക്കോട്, കൊണ്ടോട്ടി എന്നിങ്ങനെ 2 സബ് ഡിവിഷനുകളിലായി 8 ഇലക്ട്രിക്കൽ സെക്ഷനുകൾ ഈ ഡിവിഷന്റെ കീഴിലുണ്ട്. സെക്ഷൻ, സബ് ഡിവിഷൻ, ഡിവിഷൻ തലങ്ങളിൽ നടത്തുന്ന അവലോകന യോഗങ്ങളും സുരക്ഷാ പരിശോധനകളും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വലിയ തോതിൽ സഹായകമായിട്ടുണ്ട്. സെക്ഷൻ ഓഫീസുകളിലെ പ്രഭാത യോഗങ്ങളിൽ അതത് ദിവസത്തെ പ്രവൃത്തികളും സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളും സംബന്ധിച്ച വിശദമായ ചർച്ച നടത്തിവരുന്നു. ജീവനക്കാർ അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ സുരക്ഷാ നടപടികൾ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ജീവനക്കാരോട് നിരന്തരം സംവദിക്കുന്നു. സൺറൈസ് മീറ്റിംഗുകളിൽ ചൊല്ലുന്ന സുരക്ഷാ പ്രതിജ്ഞ കേവലം അധര വ്യായാമമായി മാറാതെ ദൈനംദിന പ്രവൃത്തികളുടെ ഭാഗമാക്കുന്നതിന് ജീവനക്കാർ തികഞ്ഞ ശ്രദ്ധയാണ് പുലർത്തിവരുന്നത്. സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ചും ഇക്വി പൊട്ടൻഷ്യൽ ബോണ്ടിംഗ് ആൻഡ് എർത്തിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചുമല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യാറില്ല. ഏത് അടിയന്തര സാഹചര്യത്തിലും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന ദൃഢനിശ്ചയമാണ് ഇവർക്കുള്ളത്. പൊതുജനങ്ങൾക്കിടയിൽ വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് നിരന്തരമായ പ്രചാരണ പരിപാടികളാണ് കൊണ്ടോട്ടി ഡിവിഷൻ പരിധിയിൽ സംഘടിപ്പിച്ചു വരുന്നത്. സുരക്ഷ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഗ്രാമസഭകൾ വഴിയും സ്കൂൾ യോഗങ്ങൾ വഴിയും നമ്മൾ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും സുരക്ഷാ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഡിവിഷന് കീഴിലുള്ള എല്ലാ ഉപഭോക്താക്കളെയും വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലായി ഉൾപ്പെടുത്തി അവരിലേക്കും ഈ സുരക്ഷാ സന്ദേശങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലുകളെ പറ്റിയുള്ള ബോധവൽക്കരണത്തിലും സുരക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്ന കാര്യത്തിലും മഞ്ചേരി ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറും ചീഫ് സേഫ്റ്റി ഓഫീസർ കൂടിയായ PMU എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഉൾപ്പെടെയുള്ള ഉന്നതോദ്യോഗസ്ഥർ നൽകിവരുന്ന പിന്തുണ വളരെ വലുതാണ്. വൈദ്യുതി സുരക്ഷ കേവലം ഒരു ആശയമെന്നതിലുപരി ഒരു പ്രവർത്തന ശൈലിയായും സംസ്കാരമായും സ്വാംശീകരിക്കുന്നതിലൂടെ മാത്രമേ സീറോ ആക്സിഡന്റ് ലക്ഷ്യം കൈവരിക്കാനാകൂ എന്ന സന്ദേശമാണ് കൊണ്ടോട്ടി ഇലക്ട്രിക്കൽ ഡിവിഷൻ പകർന്നു നൽകുന്നത്. 2024 സീറോ ആക്സിഡന്റ് ഡിവിഷൻ പുരസ്കാരത്തിന് അർഹമായ കൊണ്ടോട്ടി ഡിവിഷനിലെ ഓരോ ജീവനക്കാർക്കും അഭിനന്ദനങ്ങൾ.